ഉച്ചയ്ക്ക് ശേഷം വി കുഞ്ഞികൃഷ്ണൻ ഏഷ്യാനെറ്റിന് നൽകിയിട്ടുള്ള പ്രത്യേക അഭിമുഖത്തിലൂടെ പാർട്ടി ശത്രുക്കളുടെ കോടാലിക്കൈയായി മാറിയിരിക്കുകയാണ്. അഭിമുഖം കൊടുക്കുന്ന സമയത്ത് BJPയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ സ്വന്തം ചാനൽ തന്നെ തെരഞ്ഞെടുത്തത് യാദൃശ്ചികമായിട്ട് പാർട്ടി കാണുന്നില്ല. പാർട്ടിക്കെതിരായിട്ട് അജണ്ട സെറ്റ് ചെയ്ത് ചാനൽ ചർച്ചയും മറ്റും സംഘടിപ്പിക്കുന്ന ആളെ തന്നെ അതിനുവേണ്ടി നിയോഗിച്ചതും യാദൃശ്ചികമാണ് എന്ന് പാർട്ടി കാണുന്നില്ല. അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടുള്ള അഭിമുഖമാണ് കഴിഞ്ഞ 23-ാം തീയതി സംഘടിപ്പിച്ചിട്ടുള്ളത്. സെറ്റ് ചെയ്ത അജണ്ട, തെരഞ്ഞെടുത്ത സമയം, തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാണല്ലോ. അപ്പോൾ കൃത്യമായി സമയം തെരഞ്ഞെടുത്ത് അജണ്ട സെറ്റ് ചെയ്ത് തയ്യാറാക്കിയ അഭിമുഖമാണ് കഴിഞ്ഞ 23-ാം തീയതി ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുകയും അതിനെ തുടർന്ന് മറ്റ് ചാനലുകളും മറ്റും അത് ഏറ്റുപിടിക്കുകയും ചെയ്തിട്ടുള്ളത്. ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം 2022 ഏപ്രിൽ മാസത്തിൽ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് ഉയർന്നു വന്നിട്ടുള്ള വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പാർട്ടി നിലപാടെടുത്ത കാര്യങ്ങളാണ്, തീരുമാനമെടുത്ത കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളല്ല. ആ ഘട്ടത്തിൽ തന്നെ നിങ്ങളെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായ നിറം പിടിപ്പിച്ച നുണകൾ, കഥകൾ പ്രചരിപ്പിച്ചതുമാണ്. അപ്പോൾ 2022 ഏപ്രിൽ മാസം ജില്ലാ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്തതിന് ശേഷം പാർട്ടിയുടെ നിലപാട് സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ തുടർന്ന് കുറച്ചു കാലം വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റും വിട്ടുനിൽക്കുകയുണ്ടായി. എന്നാൽ അധികം വൈകാതെ വീണ്ടും അദ്ദേഹം പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവാക്കി. ആയതിനു ശേഷം പിന്നീട് പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള സമ്മേളനങ്ങൾ നടന്നു. ആ സമ്മേളനത്തിൽ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി മാറുകയും ചെയ്തു. അപ്പോൾ 2022 ഏപ്രിൽ മാസത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച വിഷയം, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പാകെ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ അന്ന് പാർട്ടിക്കകത്ത് അദ്ദേഹം ഉന്നയിച്ച വിഷയം സംബന്ധിച്ച് പാർട്ടി ചർച്ച ചെയ്ത് വ്യക്തതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ചതാണ്. ആ നിലപാടിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും പാർട്ടിയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവമായതാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവായി വന്നതാണ്, ജില്ലാ കമ്മിറ്റി അംഗമായി മാറിയതാണ്. അതിനുശേഷം ജില്ലാ കമ്മിറ്റി മെമ്പറായതിന് ശേഷം അദ്ദേഹം പുതിയ ചില വിഷയങ്ങൾ പാർട്ടിക്കകത്ത് ഉന്നയിക്കുകയുണ്ടായി. അതാണ് അദ്ദേഹം ഇപ്പോൾ പുതുതായിട്ട് നിങ്ങളുടെ മുമ്പാകെ ഉന്നയിച്ചൊരു വിഷയം. പയ്യന്നൂരിലെ ഒരു സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം എടുത്തതുമായി ബന്ധപ്പെട്ട വിഷയം പയ്യന്നൂർ MLA സഖാവ് TI മസൂദനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, TI മസൂദൻ ആ ബാങ്കിന്റെ പ്രസിഡന്റ് അല്ല. സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ വളരെ ഫലപ്രദമായി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നതിന്
പാർട്ടിക്കൊരു സംവിധാനമുണ്ട്. എല്ലാ സഹകരണ സ്ഥാപനങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് പാർട്ടിക്കൊരു സബ് കമ്മിറ്റിയുണ്ട്. ഭരണസമിതി അംഗങ്ങളും പാർട്ടി നേതാക്കളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി. ആ സബ് കമ്മിറ്റിയുടെ കൺവീനറും ടി എ മസൂദനല്ല, ബാങ്കിന്റെ പ്രസിഡന്റല്ല, വൈസ് പ്രസിഡന്റല്ല, ആ ഭരണസമിതിയിലെ അംഗമല്ല. ബാങ്കിന്റെ സബ് കമ്മിറ്റിയുടെ കൺവീനറും ടി എ മസൂദനല്ല. അപ്പോൾ ബാങ്ക് ഭരണസമിതി തീരുമാനപ്രകാരം ഈ സബ് കമ്മിറ്റി, പാർട്ടിയുടെ സബ് കമ്മിറ്റി തന്നെ പരിശോധിച്ചുകൊണ്ട് പാർട്ടി സബ് കമ്മിറ്റി അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ വകുപ്പ് തലത്തിൽ അനുമതി തേടി നിയമപരമായി വേണ്ടുന്ന എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ സഹകരണ സ്ഥാപനം ഭൂമി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഇതുമായി ഇതിന്റെ ചുമതലകളിലൊന്നും ഇല്ലാത്ത ടി എ മസൂദനെ എന്തിനാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്? അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു കാര്യം, ഇ പിക്ക് വേണ്ടി ടി എ മസൂദനൻ മുഖാന്തരം ഒരു ജ്യോത്സ്യൻ മുഖാന്തരം അമിത്ഷായെ ബന്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ഇതാണ് മറ്റൊരു ആക്ഷേപം. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി. എന്തെങ്കിലും വിവരം നൽകാനുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അത് ഞാൻ അവിടുന്ന് ഇവിടുന്നും കേട്ട കാര്യങ്ങൾ അങ്ങ് കമ്മിറ്റിയിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ, എനിക്ക് മറ്റൊന്നും അറിയില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അപ്പോ രേഖ നൽകാൻ വേണ്ടി പറയുന്ന സമയത്ത് രേഖയല്ല അദ്ദേഹം നൽകിയത്. ഇപ്പോ ഈ സഹകരണ സ്ഥാപനം ഭൂമി എടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഉന്നയിച്ച വിഷയവും ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തു. ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചത് കൊണ്ടാണ് തനിക്കെതിരായിട്ട് നടപടി വന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയല്ല ഇത്. ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുന്ന വിഷയം, തനിക്ക് വിയോജിപ്പുള്ള വിഷയം എങ്ങനെയാണ് മാധ്യമങ്ങളിൽ വരുന്നത്? ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും അതിന് പാർട്ടി കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും ഉന്നയിച്ച വിഷയം മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. എങ്ങനെ സംഭവിച്ചു? അപ്പൊ ചർച്ചയായതുകൊണ്ട് തന്നെ ഈ സംബന്ധിച്ച് പാർട്ടിക്ക് നിലപാട് വ്യക്തമാക്കണമായിരുന്നു. തെറ്റായ കാര്യമാണ്, ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ് പാർട്ടി ഡി സിയിൽ ഉന്നയിച്ചത്. പരിശോധിച്ചപ്പോൾ ഒരടിസ്ഥാനവുമില്ല. കമ്മീഷൻ വെച്ച് അന്വേഷിച്ചതാണ്, ഒരടിസ്ഥാനവുമില്ല. അപ്പൊ അടിസ്ഥാനമില്ലാത്ത കാര്യം ഉന്നയിച്ച് ആ ഉന്നയിച്ച വിഷയം മാധ്യമങ്ങളിൽ ചർച്ച ആക്കിയത് വഴി പാർട്ടിയുടെ യശസ്സിനെയാണ് അത് കളങ്കമേൽപ്പിച്ചിട്ടുള്ളത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് പാർട്ടി നടപടിയിലെ രണ്ടാമത്തെ ഇനമായിട്ടുള്ള ശാസന എന്ന നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. പക്ഷെ തെറ്റായ കാര്യങ്ങൾ ഉന്നയിച്ച് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാട് ശരിയല്ല എന്നതുകൊണ്ട് ശാസന എന്ന് പറയുന്ന നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ നടപടി വന്നപ്പോൾ ഞാൻ ഇത് സംബന്ധിച്ചാണ് എൻ്റെ പത്രക്കുറിപ്പിൽ അദ്ദേഹം നടപടി അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എല്ലാ അംഗങ്ങളും ശക്തമായ വിമർശനമാണ് അദ്ദേഹത്തിനെതിരായി ഉന്നയിച്ചത്. ആ ഘട്ടത്തിലാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് താൻ അംഗീകരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. എന്താ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞത്? വിഭാഗീയ ലക്ഷ്യങ്ങളോടെ ടി എ മസൂദനെ പൊതുമധ്യത്തിൽ താറടിക്കാൻ വേണ്ടി ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ് എന്നാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത്. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അദ്ദേഹം അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റ് അംഗീകരിക്കലല്ലേ? അങ്ങനെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു, അംഗീകരിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ യോഗം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവും ചർച്ച ചെയ്തിരുന്നു. നേരത്തെ പയ്യന്നൂരിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത
ചോർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം, അന്നത്തെ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി വാർത്ത ചോർച്ച സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു. അത് സംബന്ധിച്ചും അന്വേഷിച്ചു. ഈ അന്വേഷിച്ചതിൻ്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് പാർട്ടി DC-യുടെ കയ്യിലുണ്ട്. കൃത്യമായ തെളിവുണ്ട്. വാർത്ത ചോർച്ച സംബന്ധിച്ച് ഊഹാപോഹമല്ല, കൃത്യമായ തെളിവുണ്ട്. ഇപ്പം ഞാൻ ഒരാളോട് ഒരു സംഗതി എനിക്കൊന്ന് വാട്സപ്പിൽ അയച്ചു തരണമെന്ന് പറയുകയാണ്. അങ്ങനെ അയച്ച സാധനത്തിൻ്റെ സ്ക്രീൻഷോട്ട് മാധ്യമങ്ങളിൽ വരികയാണ്. അതിൻ്റെ തെളിവ് പാർട്ടിയുടെ മുമ്പിൽ വരികയാണ്. അപ്പോൾ എന്താ അനുമാനിക്കുക? ഞാനാണ്, എൻ്റെ ഫോണിലാണ് അയച്ചതെങ്കിൽ ആ സ്ക്രീൻഷോട്ട് പുറത്ത് വന്നാൽ അതിൻ്റെ ഉത്തരവാദി ആരായിരിക്കും? എന്തായാലും പാർട്ടി ഇക്കാര്യം ചർച്ച ചെയ്തിട്ട് താഴോട്ടേക്ക് പറഞ്ഞില്ല. കാരണം ഞങ്ങൾ കണ്ടത് ഇത് വളരെ നേരത്തെ പയ്യന്നൂരിൽ ഉണ്ടായിട്ടുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഈ സംബന്ധിച്ച് വിവിധ തലങ്ങളിലുള്ള സഖാക്കളുടെ മൊഴിയും മറ്റും ശേഖരിച്ചിരുന്നു. അതുകൊണ്ട് ജില്ലാ കമ്മിറ്റിയിൽ ഇത് അംഗീകരിക്കുന്നതിന് പുറമെ ജില്ലാ കമ്മിറ്റി ഇത് അംഗീകരിച്ചതാണ് ആ റിപ്പോർട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.